മക്കളെ, എല്ലാവർക്കും ഗ്രീൻ ചാനലിലെ ഏറ്റവും പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മള് ഇന്ന് പഠിക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ CBSE 8ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ, ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഇതാണ് ഫോഴ്സ് ആൻഡ് പ്രഷർ എന്ന് പറഞ്ഞ ചാപ്റ്ററിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത് കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. നമുക്ക് ഈസി ആയിട്ട് ഇതിന്ന് മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റും. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ചെറിയ ചെറിയ കൺസെപ്റ്റുകളാണ്. അത് നമ്മുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളെ വെച്ച് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ അക്കാഡമിക് ഇയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്തല്ലേ. അപ്പൊ ഇനി നിങ്ങൾ കുറച്ച് സീരിയസ് ആയിട്ട് തന്നെ നിങ്ങൾ എല്ലാവരും പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ അന്ന് എടുക്കുന്ന ടോപ്പിക്ക് അന്ന് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു സ്കോർ വാങ്ങിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കുകയല്ലേ. ഓക്കെ, അപ്പോ ചാപ്റ്ററിന്റെ പേര് എന്താ മക്കളെ? ഫോഴ്സ് ആൻഡ് പ്രഷർ അല്ലേ. അപ്പൊ ഈ ചാപ്റ്ററിൽ എന്തിനൊക്കെ പറ്റിയിട്ടായിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക? ഫോഴ്സിനെ പറ്റിയിട്ടും, എന്താണ് ഫോഴ്സ്, ഏതൊക്കെ തരം ഫോഴ്സസ് ഉണ്ട്, എങ്ങനെയാണ് ഫോഴ്സ് വരുന്നത്, അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. അതേപോലെ തന്നെ എന്തും പറയുന്നുണ്ട്, പ്രഷറിനെ പറ്റിയിട്ടും, എന്താണ് പ്രഷർ, എവിടെയാണ് നമുക്ക് പ്രഷർ അപ്ലൈ ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരുന്നത്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളെ കണക്ട് ചെയ്തിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം പറയാൻ പോകുന്ന ഇതിനെ പറ്റിയിട്ടാണ്, നമ്മൾ ഫോഴ്സിനെ പറ്റി പഠിക്കാം. ഓക്കെ, എന്താ മക്കളെ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമുക്ക് സിമ്പിൾ ആയിട്ട് ഫോഴ്സിനെ എങ്ങനെ പറയാൻ പറ്റും? എങ്ങനെ പറയാം? ഇപ്പൊ നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ആക്ടിവിറ്റിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റുമോ? പറയാം. മിസ് പറഞ്ഞുതരാം. ഇപ്പൊ നമ്മള് ഒരു ഡോറ് പുഷ് ചെയ്യുന്ന പുള്ളി ചെയ്യുന്നു ഒന്ന് ആലോചിക്കാം. ഓക്കെ, ഡോറിനെ നമ്മള് പുഷ് ചെയ്യുന്ന സമയത്ത്, അതായത് തള്ളുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ നിന്ന് നമ്മൾ എന്താ ചെയ്യുന്നത്? അതിനെ പുഷ് ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ തള്ളുന്ന സമയത്ത് എന്തുണ്ടാവുന്നുണ്ട്? അവിടെ ഒരു ഫോഴ്സ് വരുന്നുണ്ട്. അതായത് നമ്മുടെ ബോഡിയിൽ നിന്ന് ആ സാധനം അങ്ങോട്ട് തള്ളിപ്പോയില്ലേ, അപ്പൊ അവിടെ നമ്മളൊരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇനി നമ്മളിപ്പോ ഈ ഡോർ തുറക്കുകയാണെന്ന് വിചാരിക്കാം. തുറക്കുന്ന സമയത്തും എന്താണ്? അവിടെ ഒരു ഫോഴ്സ് അനുഭവപ്പെടുന്നുണ്ട് അല്ലെ. അതിനെ നമ്മുടെ ബോഡിയുടെ അടുത്തേക്ക് നമ്മൾ വലിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഒരു എന്ത് നടക്കുന്നുണ്ട്? ഒരു പുഷും നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു പുള്ളും നടക്കുന്നുണ്ട്. ഓക്കെ, ഫോഴ്സിനൊപ്പം നമുക്ക് അവിടെ എന്ത് പറയാൻ പറ്റും? അത് അവിടെ ഒരു പുഷിങ്ങും നടക്കുന്നുണ്ട്, അതേപോലെ തന്നെ എന്ത് നടക്കുന്നുണ്ട്? ഒരു പുള്ളിങ്ങും നടക്കുന്നുണ്ട്. ഓക്കെ, പുഷും നടക്കുന്നുണ്ട്, പുള്ളിങ്ങും നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഫോഴ്സിനെ അങ്ങനെയാണ് പറയാൻ പറ്റുക. ഒരു എന്താ പറയാ, ഒരു സ്ഥാനമാറ്റം ഉണ്ടാവാന്നൊക്കെ പറയില്ലേ. നമ്മൾ ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് സ്ഥാനമാറ്റം ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം, അങ്ങനത്തെ കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു പുഷിങ്ങും പുള്ളിങ്ങും, അതിനെയാണ് നമ്മൾ ഫോഴ്സ് എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുക. ഓക്കെ അല്ലേ മക്കളെ? അപ്പോ നമുക്ക് പലതരത്തിൽ ഇപ്പൊ ഫോഴ്സസ് അനുഭവപ്പെടും. ഇപ്പൊ നമ്മുടെ ഒരു ഡെയിലി ബേസിസിലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ പറയുകയാണെങ്കിൽ, നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് പന്തെടുത്ത് എറിയുമ്പോൾ നമ്മൾ അതിനെ ഹിറ്റ് ചെയ്യില്ലേ, അതൊരു ഫോഴ്സ് ആണ്. നമ്മൾ ആ ഒരു ഫോഴ്സ് കൊടുക്കുന്നത് കൊണ്ടാണ് എന്താ പന്ത് തെറിച്ചു പോകുന്നത്. അല്ലെങ്കിൽ ഒരു ഫുട്ബോളിനെ നമ്മൾ എന്ത് ചെയ്യും? കിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ എന്താണ്? ഒരു ഫോഴ്സ് അനുഭവപ്പെടുന്നതുകൊണ്ടാണ് അല്ലെ അത് പോകുന്നത്. അതുപോലെ നമ്മൾ എന്തെങ്കിലും കനമുള്ള വസ്തുക്കൾ നമ്മൾ ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് അനുഭവപ്പെടുന്നുണ്ട്? ഒരു ഫോഴ്സ് അനുഭവപ്പെടുന്നുണ്ട് അല്ലെ. അങ്ങനെ കുറെ കാര്യങ്ങളില്, അങ്ങനെ നമ്മുടെ ഡെയിലി ലൈഫിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആക്ടിവിറ്റീസിൽ നമുക്ക് എന്ത് ആവശ്യമുണ്ട്? ഈ പറയുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ബേസിക്കലി നമുക്ക് പറയാനുള്ള ഈ ഒരു പുഷും പുള്ളും, അതിനെയാണ് നമ്മള് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഫോഴ്സ് നമുക്ക് കാണാൻ പറ്റുമോ? കാണാൻ പറ്റുമോ മക്കളെ? ഫോഴ്സിന് നമുക്ക് കാണാൻ സാധിക്കുമോ? ഇല്ല, അതൊരു ഫീലിംഗ് ആണ് അല്ലേ. നമുക്കത് അനുഭവപ്പെടുകയുള്ളൂ. ഇപ്പൊ എന്നെ ഒരാൾ വന്ന് തള്ളുന്നുണ്ട്, അതെനിക്ക് കാണാൻ പറ്റില്ല. ആ ഒരു ഫീലിങ്ങിന് എനിക്ക് കാണാൻ പറ്റില്ല, നമുക്കത് അറിയാനല്ലേ പറ്റുള്ളൂ അല്ലേ. നമുക്കതിപ്പോ എന്തിനിപ്പോ ഈ ഒരു ബോഡിനെ ഞാൻ തള്ളുവാണെങ്കിലും അവിടെ എന്താണ്? ആ ഒരു ഫോഴ്സ് എന്നുള്ള ആ ഒരു സാധനത്തിന് നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷെ അതൊരു ഫീലിംഗ് ആണ്, നമുക്ക് അതിനെ അറിയാനേ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോ നമുക്കതിനെ ഫോഴ്സിനെ നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷെ എന്താണ്? അതിനെ നമുക്ക് അനുഭവിക്കാനേ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? ഇനി പറയാനുള്ളത്, ഫോഴ്സിന് യൂണിറ്റ് ഉണ്ടോ മക്കളെ? എന്താണെന്നറിയോ? ഫോഴ്സിന് നമ്മുടെ SI യൂണിറ്റ് ഉണ്ട്. എന്താണ് SI യൂണിറ്റ്? SI യൂണിറ്റ്, ഫോഴ്സിന്റെ SI യൂണിറ്റ് എന്താണ്? SI യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണലി ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്. ഓക്കെ, ഫോഴ്സിന് അങ്ങനെ ഒരു യൂണിറ്റ് ഉണ്ട്. എന്താണെന്നറിയോ? നമ്മുടെ ന്യൂട്ടൺ ആണ് കേട്ടോ. ഏതാണ്? ന്യൂട്ടൺ. അതിനെ ക്യാപിറ്റൽ ലെറ്റർ N വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ
പുഷ് അല്ലെങ്കിൽ പുള്ള്, അതുകൊണ്ടുണ്ടാവുന്ന ഒരു എഫക്റ്റ് ആണ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഫോഴ്സിനെ നമുക്ക് കാണാൻ പറ്റില്ല, അനുഭവിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അതുപോലെ ഫോഴ്സിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത്, അതിന്റെ യൂണിറ്റ് ഏതാണ്? ന്യൂട്ടൺ ആണ് കേട്ടോ മക്കളെ. ന്യൂട്ടൺ ആണ് ഫോഴ്സിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഏത് ലെറ്റർ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക? ക്യാപിറ്റൽ ലെറ്റർ N വെച്ചിട്ട്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഫോഴ്സ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇന്ററാക്ഷൻ നടക്കുന്ന സമയത്താണ് ഫോഴ്സ് ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഇന്ററാക്ഷൻ വഴി ഫോഴ്സ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്, അതിനെ പറ്റിയിട്ടാണ് ഇനി നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പൊ മക്കളിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഫോഴ്സ് ഉണ്ടാവുന്നത് എന്നാണ് കേട്ടോ. ഫോഴ്സസ് ആർ ഡ്യൂ ടു ഇന്ററാക്ഷൻ, ആ ഒരു ടോപ്പിക്കാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, എങ്ങനെയാണ് ഫോഴ്സ് ഉണ്ടാവുന്നത്? ഫോഴ്സസ് ആർ ഡ്യൂ ടു ഇന്ററാക്ഷൻ. ഓക്കെ, ഫോഴ്സ് ഉണ്ടാവുന്നത് എങ്ങനെയാന്നാ പറയുന്നത്? ഇന്ററാക്ഷൻ വരുമ്പോഴാണ് ഫോഴ്സ് ഉണ്ടാവുക എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് നോക്കാം. ഇപ്പോ ഇവിടെ ഒരു ബോക്സ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒരു ബോക്സ് ഉണ്ട്. ഇവിടെ എന്തുണ്ട്? ഇവിടെ ഒരു കുട്ടി നിൽക്കുന്നുണ്ടെന്ന് കരുതാം. ഓക്കെ, അപ്പൊ ഈ ബോക്സിന് നമുക്ക് ഈ ഒരു ഡയറക്ഷനിലേക്ക് നമുക്ക് മൂവ് ചെയ്യിക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു ബോക്സ് ഉണ്ട്, ഇവിടെ ഒരു കുട്ടി നിൽക്കുന്നുണ്ട്. ഈ ബോക്സിനെ നമുക്ക് ഈ ഒരു സ്ഥലത്ത് നിന്ന് ഈ ഒരു സ്ഥലത്തേക്ക് നമുക്ക് മൂവ് ചെയ്യിക്കണം. ഓക്കെ, അപ്പൊ ഈ കുട്ടി ബോക്സിന്റെ അടുത്ത് വന്ന് നിന്ന് തന്നെ ഇങ്ങനെ കൈ കെട്ടി നോക്കി നിന്ന് കഴിഞ്ഞാൽ ആ ബോക്സ് അങ്ങോട്ട് നീങ്ങോ മക്കളെ? ഇല്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യണം? ഈ കുട്ടി ഇവിടെ ഇതിന്റെ അടുത്ത് വന്നിട്ട് എന്ത് ചെയ്യണം? ഈ ബോക്സുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? ഇത് അങ്ങോട്ട് നീങ്ങി പോവുള്ളൂ. അല്ലാതെ അത് വെറുതെ നിന്ന് കഴിഞ്ഞാൽ അത് നീങ്ങോ? ഇല്ലല്ലോ. അപ്പോ ഈ ബോക്സിന്റെ അടുത്ത് വന്ന് അത് ഇന്ററാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? ഈ ബോക്സ് അങ്ങോട്ട് നീങ്ങുള്ളൂ. ഐഡിയ ക്ലിയർ അല്ലേ മക്കളെ? അപ്പോ ഇതുമായിട്ട് എന്താണ്? ഒരു ഒബ്ജക്റ്റ് മറ്റൊരു ഒബ്ജക്റ്റുമായിട്ട് ഇന്ററാക്ഷനിൽ വരുന്ന സമയത്താണ് എന്തുണ്ടാവുന്നത്? ഫോഴ്സസ് ഉണ്ടാവുന്നത് കേട്ടോ. ആൻ ഇന്ററാക്ഷൻ ഓഫ് വൺ ഒബ്ജക്ട് ഓൺ അനദർ ഒബ്ജക്ട്. ഓക്കെ, എങ്ങനെ പറയാ? ആൻ ഇന്ററാക്ഷൻ of one object on another object. Okay, ഒരു ഒബ്ജക്റ്റ് മറ്റൊരു ഒബ്ജക്റ്റുമായിട്ട് ഇന്ററാക്ഷനിൽ വരുന്ന സമയത്താണ് അവിടെ എന്ത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്? ഫോഴ്സ് ഉണ്ടാവുന്നത്. ഓക്കെ അല്ലേ? ഇനി അവിടെ എന്ത് വേണം? അറ്റ്ലീസ്റ്റ് രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിൽ, അതായത് ഒരു ഒബ്ജക്റ്റും വേറെ ഒബ്ജക്റ്റും. ഓക്കെ, ഇങ്ങനെ രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിൽ വന്നാൽ മാത്രമേ, ഇന്ററാക്ട് ചെയ്താൽ മാത്രമേ അവിടെ എന്തുണ്ടാവുള്ളൂ? ഫോഴ്സ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അറ്റ്ലീസ്റ്റ് ടു ഒബ്ജക്ട്സ് മസ്റ്റ് ഇന്ററാക്ട് ഫോർ എ ഫോഴ്സ്. അതാണ് അടുത്ത പോയിന്റ്. അറ്റ്ലീസ്റ്റ് ടു ഒബ്ജക്ട്സ് മസ്റ്റ് ഇന്ററാക്ട് ഫോർ എ ഫോഴ്സ്. ക്ലിയർ അല്ലേ മക്കളെ? അപ്പോ എങ്ങനെയാണ് നമ്മൾ ഉണ്ടാവുക പറഞ്ഞു? അതായത് ഒരു വസ്തു, ഒരു ഒബ്ജക്റ്റ് മറ്റൊരു ഒബ്ജക്റ്റുമായിട്ട് ഇന്ററാക്ഷനിൽ വരുന്ന സമയത്ത് മാത്രമേ ഫോഴ്സ് വരുള്ളൂ. ഇനി ഈ ഇന്ററാക്ഷൻ എങ്ങനെയാ വരുന്നത്? അറ്റ്ലീസ്റ്റ് അവിടെ രണ്ട് ഒബ്ജക്റ്റ് തമ്മിൽ ഇന്ററാക്ഷൻ വന്നാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? ഫോഴ്സ് ഉണ്ടാവുള്ളൂ കേട്ടോ. അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഇത് പറയാം. ഈ ഒരു ബോക്സിന്റെ കാര്യം പറയാം. അതല്ലെങ്കിൽ എന്താണ്, ഒരു കാർ ഇപ്പൊ എന്താ ബ്രേക്ക് ഡൗൺ ആയി, പിന്നെ നമുക്ക് ആ കാറിനെ തള്ളണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമുക്ക് ഈ പറയുന്ന പോലെ ആ കാറുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഇന്ററാക്ഷനിൽ വരണം. എന്നാൽ മാത്രമല്ലേ അത് തള്ളി മുന്നോട്ട് പോവുള്ളൂ. അപ്പൊ അതൊക്കെ നമുക്ക് എന്തിനാ എക്സാമ്പിൾ ആയിട്ട് പറയാം? ഈ ഒരു ഇന്ററാക്ഷൻ വരുന്ന സമയത്തെ ഫോഴ്സ് എന്നുള്ളത് ജനറേറ്റ് ചെയ്യുള്ളൂ എന്നുള്ളതായിട്ട് നമുക്ക് പറയാം. ഓക്കെ അല്ലേ മക്കളെ? സിമ്പിൾ അല്ലേ? അപ്പൊ എങ്ങനെ ഫോഴ്സ് ഉണ്ടാവുന്നത്? ഒരു ഒബ്ജക്റ്റ് വേറൊരു ഒബ്ജക്റ്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോഴാണ് ഫോഴ്സ് അവിടെ ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് എങ്ങനെയൊക്കെ ഫോഴ്സസ് വരാം, ഏതൊക്കെ രീതിയിൽ വരാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇനി നമുക്ക് ഫോഴ്സിന്റെ വേറെ കുറച്ച് പ്രത്യേകതകൾ നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ രണ്ട് കണ്ടീഷനാണ് മക്കളെ പറയുന്നത്. ഒന്നാമത്തെ കണ്ടീഷൻ എന്താ പറയുന്നത്? ഫോഴ്സ് ആക്ട് ഓൺ എ ബോഡി ഇൻ സെയിം ഡയറക്ഷൻ. ഒരേ ഡയറക്ഷനിലേക്ക് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യാം. ഓക്കെ, നമ്മൾ നേരത്തെ എടുത്ത് നമ്മുടെ ബോക്സിനെയും കുട്ടീനെയും നമുക്ക് ഒന്നുകൂടെ വരയ്ക്കാം. ഓക്കെ, ഇതാ ഇവിടെ ഒരു ബോക്സ് വരയ്ക്കുകയാണ്.
ഇവിടെ രണ്ട് കുട്ടികൾ നിൽക്കുന്നുണ്ട്. ഓക്കെ, ഈ രണ്ട് കുട്ടികളും ഒരേ സമയം ഒരേ ഡയറക്ഷനിലേക്ക് ഇവിടെ രണ്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഒന്നാമത്തെ കുട്ടി അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനെ നമുക്ക് F1 എന്ന് വിളിക്കാം, രണ്ടാമത്തെ കുട്ടി അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനെ നമുക്ക് F2 എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ഒന്നാമത്തെ കണ്ടീഷൻ, ഫോഴ്സ് ആക്ട് ഓൺ എ ബോഡി ഇൻ സെയിം ഡയറക്ഷൻ. ഒരേ ഡയറക്ഷനിലേക്ക് ഈ രണ്ട് കുട്ടികളും ഫോഴ്സ് അപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന നെറ്റ് ഫോഴ്സ് അതായത് ഒരേ ഡയറക്ഷനിലേക്ക് രണ്ട് കുട്ടികൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ മക്കളെ നമുക്കത് എങ്ങനെ പറയാം? നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും വരിക? നെറ്റ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? അത് ഈ F1ഉം F2ഉം ചേർന്നതായിരിക്കും. ഓക്കെ, നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? പറഞ്ഞേ, F1 പ്ലസ് F2. ഓക്കെ, ക്ലിയർ അല്ലേ? ഫോഴ്സ് ആക്ട് ഓൺ എ ബോഡി ഇൻ സെയിം ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിന്റെ രണ്ടിന്റെയും കൂടെ സം ആയിരിക്കും. ഓക്കെ, സം ഓഫ് ദീസ് ടു ഫോഴ്സസ്, F1ന്റെയും F2ന്റെയും സം ആയിരിക്കും ഇവിടെ വരാം. അപ്പൊ ഒരു ബോഡിയിൽ നമ്മൾ ഒരേ ഡയറക്ഷനിലേക്ക് രണ്ട് പേര് ചേർന്ന് ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? ഈ ഫോഴ്സിന്റെ സം ആയിരിക്കും. ഓക്കെ, സം ആയിരിക്കും എന്ത് വരാ? നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി രണ്ടാമത്തെ കണ്ടീഷൻ നമുക്ക് നോക്കാം. ഫോഴ്സ് ആക്ട് ഓൺ എ ബോഡി ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. നമുക്ക് ഈ പെട്ടി തന്നെ എടുക്കാം, പെട്ടിയും കുട്ടിയും എടുക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ പെട്ടി. ഇവിടെ ഒരു കുട്ടി നിൽക്കുന്നുണ്ട്, ഇവിടെ ഒരു കുട്ടി നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? എവിടേക്കാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്? ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ്. ഒരു കുട്ടി ദാ ഇവിടുന്ന് തള്ളുന്നുണ്ട്, ഒരു കുട്ടി ഇവിടുന്ന് തള്ളുന്നുണ്ട്. ഓക്കെ, അപ്പൊ എങ്ങനെയാ വരുന്നത്? ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് അല്ലെ മക്കളെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ വരുന്ന നെറ്റ് ഫോഴ്സ് ഈ ഒരു കേസിൽ എന്തായിരിക്കും വരിക? ഇപ്പൊ ഇതിനെ നമുക്ക് F1 എന്നും കൊടുക്കാം, ഇതിനെ F2 എന്നും കൊടുക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മൾ ഒരു ബോഡിയിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവിടെ വരുന്ന നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഈ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സുകളുടെ ഡിഫറൻസ് ആയിരിക്കും വരിക. ഓക്കെ, അപ്പൊ എങ്ങനെ നമുക്ക് അതിനെ എഴുതാം? F2 മൈനസ് F1. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും? അവിടെ ഫോഴ്സ്, നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന്റെ ഡിഫറൻസ് ആയിരിക്കും വരിക കേട്ടോ. ഡിഫറൻസ് ഓഫ് ദ ടു ഫോഴ്സസ്, അപ്ലൈ ചെയ്യുന്ന രണ്ട് ഫോഴ്സുകളുടെ ഡിഫറൻസ് ആയിരിക്കും അവിടെ എന്ത് വരിക? നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ ഡിഫറൻസ് ഓഫ് ടു ഫോഴ്സസ്. ഇവിടെ എന്താണ്? ഇവിടെ സം ഓഫ് ടു ഫോഴ്സസ്. കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ മക്കളെ? എളുപ്പല്ലേ? അപ്പോ ഒരു ബോഡിയിൽ നമ്മൾ സെയിം ഡയറക്ഷനിലാണ് രണ്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യുന്ന രണ്ട് ഫോഴ്സിന്റെയും സം ആയിരിക്കും. ദാറ്റ് ഈസ് F1 പ്ലസ് F2. ഇനി ഒരു ബോഡിയിൽ നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവിടുത്തെ നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? അപ്ലൈ ചെയ്യുന്ന രണ്ട് ഫോഴ്സിന്റെയും ഡിഫറൻസ്, ആൻഡ് ദാറ്റ് ഈസ് F2 മൈനസ് F1. അതായിരിക്കും അതിന്റെ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ക്ലിയർ അല്ലേ? ഇപ്പൊ ഈ ഒരു കണ്ടീഷൻ നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ ഇത് നമ്മൾ പറഞ്ഞല്ലേ എന്താണ്? ഇപ്പൊ ഈ ഒരു ബോക്സിൽ നമ്മൾ രണ്ട് കുട്ടികളെ ചേർന്ന് ഒരുമിച്ച് തള്ളുന്നത്, ഈ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് എവിടെ വരിക? ടഗ് ഓഫ് വാർ ഒക്കെ അറിയില്ല, നമ്മുടെ വടംവലി. അതിലെന്താണ് നടക്കുന്നത്? രണ്ട് സൈഡിൽ നിന്നും അങ്ങോട്ടും വലിക്കുന്നുണ്ട്, ഇങ്ങോട്ടും വലിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ അവിടെ എന്താണ്? ഈ ടഗ് ഓഫ് വാർ ഒക്കെ നടക്കുന്നത് എങ്ങനെയാണ്? ഈ പറയുന്ന പോലെ എന്താണ്? ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് അവിടെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. എന്നിട്ട് എന്താണ്? ഏറ്റവും കൂടുതൽ ഫോഴ്സ് കൊടുക്കുന്ന ആൾക്കാരല്ലേ ജയിക്കുള്ളൂ, ഇങ്ങോട്ട് വലിച്ചാലല്ലേ ജയിക്കുള്ളൂ. അപ്പൊ അതാണ് ആ കേസൊക്കെ, ടഗ് ഓഫ് വാർ ഒക്കെ വരുന്ന ഈ ഒരു കേസാണ് കേട്ടോ. അവിടെ രണ്ട് ഫോഴ്സിന്റെ ഡിഫറൻസ് ആണ് നമ്മൾ എടുക്കുന്നത്. ഇത് ക്ലിയർ അല്ലേ മക്കളെ? ഈസി അല്ലേ? ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? എളുപ്പല്ലേ ഇത് പഠിക്കാൻ? ഇതിന്റെ ഒപ്പം തന്നെ പറയേണ്ട മറ്റൊരു പോയിന്റ് ഉണ്ട്. ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. എന്താണ്? ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. എന്താണ് മക്കളെ ഈ വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്? നമുക്ക് ഇത് ഈ സ്കെയിലർ ക്വാണ്ടിറ്റി, വെക്റ്റർ ക്വാണ്ടിറ്റി ഒക്കെ നിങ്ങൾക്ക് ഇനി
+1 നിങ്ങൾക്ക് വരുന്നതിൽ ഒരുപാട് പഠിക്കാനുണ്ട്, അത് എന്താന്നുള്ളതൊക്കെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിലൊക്കെ വലുതായിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് വേണ്ട. ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. വെക്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? അതിന് എന്തുണ്ടായിരിക്കും? ഡയറക്ഷനും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ മാഗ്നിറ്റ്യൂഡ് ഉണ്ടായിരിക്കും. ഓക്കെ, ഡയറക്ഷൻ നമുക്കറിയാം അല്ലെ. ഫോഴ്സ് എന്താണ്? നമ്മൾ ഏത് ഡയറക്ഷനിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് ആ ഡയറക്ഷനിലേക്കല്ലേ അത് മൂവ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ ആ ഡയറക്ഷനിലേക്കാണ് അതിന്റെ ഫോഴ്സ് അപ്ലൈ ചെയ്തു നമുക്ക് പറയാൻ പറ്റുക. അതുകൊണ്ട് എന്തുണ്ട് അവിടെ? ഫോഴ്സിന് ഡയറക്ഷൻ ഉണ്ട്. അതുപോലെ പിന്നെ എന്താ പറയുന്നത്? ഫോഴ്സിന് മാഗ്നിറ്റ്യൂഡ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. എന്താ മക്കളെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഫോഴ്സ്, അതായത് ഫോഴ്സിന്റെ സ്ട്രെങ്തിനാണ് നമ്മൾ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. മാഗ്നിറ്റ്യൂഡ് എന്താണ്? സ്ട്രെങ്ത് ഓഫ് ഫോഴ്സ്. സ്ട്രെങ്ത് ഓഫ് ഫോഴ്സ്. ഫോഴ്സിന്റെ സ്ട്രെങ്തിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മാഗ്നിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നത്. അപ്പോ ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഓക്കെ, അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അതിന് എന്തുണ്ട്? ഇറ്റ് ഹാസ് ബോത്ത് ഡയറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ്. ഡയറക്ഷൻ നമുക്ക് അറിയാലോ, ഏതിലാണ് ഏത് ഡയറക്ഷനിലേക്കാണോ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. ഇപ്പൊ റൈറ്റ് സൈഡിലേക്ക് എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അതുപോലെ എന്തുണ്ട്? മാഗ്നിറ്റ്യൂഡും ഉണ്ട്. അതായത് ആ ഫോഴ്സിന് ഒരു സ്ട്രെങ്ത് ഉണ്ട്. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 100 ന്യൂട്ടൺ നമ്മൾ റൈറ്റ് ഡയറക്ഷനിലേക്ക് അപ്ലൈ ചെയ്യാന്ന് പറയും. ഓക്കെ, എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ 100 ന്യൂട്ടൺ നമ്മൾ എന്താന്ന് പറഞ്ഞാൽ ഈ ഫോഴ്സിന്റെ യൂണിറ്റ് ആണ് എന്താ? ന്യൂട്ടൺ എന്ന് പറയുന്നത്. അപ്പൊ ഒരു 100 ന്യൂട്ടൺ, അത് 100 ന്യൂട്ടൺ എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ സ്ട്രെങ്ത് ആണ് പറയുന്നത്. 100 ന്യൂട്ടൺ നമ്മൾ ഏത് ഡയറക്ഷനിലേക്ക് അപ്ലൈ ചെയ്യുന്നത്? റൈറ്റ് ഡയറക്ഷനിലേക്ക് അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ എന്തുണ്ട് ഇവിടെ? നമ്മൾ എന്ത് പറഞ്ഞു? മാഗ്നിറ്റ്യൂഡും പറഞ്ഞു, അതേപോലെ തന്നെ ഡയറക്ഷനും പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഫോഴ്സ് എന്ന് പറയുന്നത് എന്ത് ക്വാണ്ടിറ്റി ആണ്? വെക്റ്റർ ക്വാണ്ടിറ്റി ആണ് മക്കളെ. അതിന് എന്തുണ്ട്? ഡയറക്ഷനും ഉണ്ട്, അതുപോലെ തന്നെ മാഗ്നിറ്റ്യൂഡും ഉണ്ട്. ഓക്കെ അല്ലേ? കൺസെപ്റ്റ് ക്ലിയർ അല്ലേ? അപ്പൊ മക്കളെ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫോഴ്സിന്റെ ശരിക്കുള്ള പവറിനെ പറ്റിയിട്ടാണ്. ഫോഴ്സിന് എന്തിനൊക്കെ പറ്റും, എന്തിനൊക്കെ കഴിവുണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ അതിൽ ഇവിടെ 4 കാര്യങ്ങൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഫോഴ്സിന് ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഫോഴ്സ് ഭയങ്കര വലിയ ആളാ. എന്തൊക്കെ ചെയ്യാൻ പറ്റും നോക്കാം ഫോഴ്സിനെ കൊണ്ട്. ഒന്ന് എന്താ പറയുന്നത്? സ്റ്റേറ്റ് ഓഫ് മോഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, മോഷനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പിന്നെന്താ പറയുന്നത്? സ്പീഡ് ഓഫ് മോഷൻ, മോഷന്റെ സ്പീഡിനെ അതിന് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ ഡയറക്ഷൻ ഓഫ് മോഷൻ, മോഷന്റെ ദിശ, ഡയറക്ഷനെ അതിന് ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെന്താ പറയുന്നത്? ഷേപ്പ് ഓഫ് ആൻ ഒബ്ജക്ട്, ഒരു ഒബ്ജക്റ്റിന്റെ ഷേപ്പിനെയും അതിന് എന്ത് ചെയ്യാൻ പറ്റും? ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പൊ ഫോഴ്സ് പറയുന്നത് ചെറിയ പുള്ളിയല്ല കേട്ടോ. അപ്പൊ അതിനെന്താണ്? കുറെ കാര്യങ്ങളിലെ ചേഞ്ചസ് വരുത്താൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതില് ഓരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഫസ്റ്റ് കണ്ടീഷൻ എന്താ പറയുന്നത്? ഫോഴ്സ് ക്യാൻ ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് മോഷൻ. അപ്പൊ നമ്മൾ ഇതൊക്കെ പഠിക്കുമ്പോഴും നമ്മുടെ ഡെയിലി ലൈഫിലുള്ള എക്സാമ്പിൾ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഫസ്റ്റ് ആണ് നമ്മൾ എടുക്കുന്നത് എന്താണ്? ഫോഴ്സിന് മോഷന്റെ സ്റ്റേറ്റിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഫോഴ്സ് ക്യാൻ ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് മോഷൻ. ഓക്കെ, അതിന് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത്, നമ്മളിപ്പോ ഒരു ഫുട്ബോൾ എടുക്കുകയാണ്. ഓക്കെ, ഒരു ഫുട്ബോൾ എടുക്കുന്നുണ്ട്. അപ്പോ ഒരു കുട്ടി ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ആദ്യം വന്നിട്ട് എന്താണ്? ഇതിവിടെ ഒരു ഗോൾ വലയുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോ ഇതിനെന്താണ്? ഇതിന് നെറ്റിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ അതിന് ഗോൾ ആക്കണം അല്ലെ? അപ്പോ ആദ്യം ഇവിടെ ഈ പന്ത് എന്ത് സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്? ഇതിവിടെ അനങ്ങാതെ നിൽക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? അതിന് റെസ്റ്റ് ചേഞ്ചിലാണെന്ന് പറയാം, റെസ്റ്റ് സ്റ്റേറ്റിലാണെന്ന് പറയാം അല്ലെ, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലാണ് നിൽക്കുന്നത് എന്ന് പറയാം. ഓക്കെ, അതായത് അവിടെ സ്റ്റോപ്പ് ആയിട്ട് നിൽക്കുകയാണ്, മൂവിങ് അല്ല, റെസ്റ്റിൽ ഇരിക്കുകയാണ് പന്ത് അവിടെ. ഓക്കെ, ഇനി ഈ കുട്ടി ഇതിലേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്താൽ മാത്രല്ലേ അത് മൂവ് ചെയ്യുള്ളൂ അല്ലേ? എന്നാലല്ലേ ഇത് ഈ പറയുന്ന ഗോൾ വലയിലേക്ക് പോവുള്ളൂ അല്ലേ മക്കളെ? അപ്പോ ഈ റെസ്റ്റിൽ നിൽക്കുന്ന ഒരു വസ്തുവിലേക്ക് ഫോഴ്സ് കൊടുത്താൽ മാത്രമേ എന്താവുള്ളൂ? അത് മൂവ് ചെയ്യുള്ളൂ. അപ്പൊ ഈ മൂവ് ചെയ്യുമ്പോഴാണ് അവിടെ എന്തുണ്ടാവുന്നത്? മോഷൻ ഉണ്ടാവുന്നത്, സ്റ്റേറ്റ് ഓഫ് മോഷൻ ഉണ്ടാവുന്നത്. അപ്പോ റെസ്റ്റിൽ നിൽക്കുന്ന ഒരു വസ്തു അതിലേക്ക് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? അവിടെ മോഷൻ നടക്കുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോ ഒരു കുട്ടി ഇവിടെ റെസ്റ്റ് സ്റ്റേറ്റിൽ, അതായത് സ്റ്റോപ്പ് കണ്ടീഷനിൽ നിൽക്കുന്ന
ഒരു വസ്തുവിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ഫോഴ്സ് അപ്ലൈ ചെയ്യാണ്. അപ്പൊ ഈ പന്ത് നേരെ മൂവ് ചെയ്തു, അവിടെ എന്തുണ്ടായി, മോഷൻ ഉണ്ടായി, അഥവാ മൂവ്മെന്റ് ഉണ്ടായി അല്ലെ. അപ്പൊ അവിടെ മോഷൻ നടന്നിട്ടാണ് എന്തുണ്ടായത്, പന്ത് ഗോൾ വലയിലേക്ക് എത്തിയത്. ഓക്കെ അല്ലേ. ഇനി പിന്നെ പറയാനുള്ളത്, ഇനിയിപ്പോ എങ്ങനെ, ഇതിപ്പോ നമ്മൾ റെസ്റ്റിലിരുന്ന സാധനം മോഷൻ ആക്കിയതാണ്. ഈ മോഷനിലുള്ള സാധനത്തിന് നമുക്ക് റെസ്റ്റ് ആക്കാൻ പറ്റും. എങ്ങനെ, ഇപ്പൊ ഇതാ ഇവിടെ അറിയാലോ ഗോളിലൊക്കെ ഉണ്ടാവും അല്ലെ. എങ്ങനെയെങ്കിലും പന്തിനെ സേവ് ചെയ്യണ്ടേ, വരുന്ന പന്തിനെ. അപ്പൊ ഇതാ നല്ല സ്പീഡിൽ വരുന്ന പന്ത്, അതിനെങ്ങനെയും പിടിച്ചു നിർത്തണം. അപ്പൊ എന്ത് ചെയ്യും, ഗോൾ ഇവിടെ ചാടി കയറി ഈ പന്തിനെ അങ്ങോട്ട് പിടിക്കും അല്ലെ. മോഷനിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു വസ്തുവിനെ അങ്ങനെ പിടിച്ചിട്ട് എന്താക്കി, ഒരു ഫോഴ്സ് കൊടുത്തിട്ട് അതിനെ എന്താക്കി, സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലേക്ക് ആക്കി മാറ്റിയില്ലേ. അപ്പൊ മോഷനിൽ വന്നിരുന്ന ഒരു വസ്തുവിനെ ഫോഴ്സ് അപ്ലൈ ചെയ്ത സമയത്ത് എന്താക്കി, അതിനെ റെസ്റ്റിലേക്ക് ആക്കി മാറ്റി. പിന്നെ അത് മൂവ് ചെയ്യോ, അപ്പൊ അത് മൂവ് ചെയ്യില്ലല്ലോ, കാരണം ഗോളിയുടെ കയ്യിലല്ലേ ഇരിക്കുന്നത്, ഗോൾ കീപ്പറുടെ കയ്യിലല്ലേ ഇരിക്കുന്നത്, അപ്പൊ അത് മൂവ് ചെയ്യില്ലല്ലോ. അപ്പൊ മോഷനിൽ ഉണ്ടായിരുന്ന ഒരു വസ്തുവിനെ റെസ്റ്റിലാക്കാനും റെസ്റ്റിലുള്ള ഒരു ഒബ്ജക്റ്റിനെ എന്ത് ചെയ്യാനും പറ്റും, മോഷനിലാക്കാനും എന്തിനു പറ്റും, നമ്മുടെ ഫോഴ്സിന് പറ്റും. ക്ലിയർ അല്ലേ മക്കളെ, ഐഡിയ ക്ലിയർ ആണോ? അപ്പൊ അതാണ് ഒന്നാമത്തെ പോയിന്റ്. ഫോഴ്സിന് എന്ത് പറ്റും, സ്റ്റേറ്റ് ഓഫ് മോഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, മോഷനിലുള്ളതിനെ റെസ്റ്റിലാക്കാനും റെസ്റ്റിലുള്ളതിനെ മോഷനിലാക്കാനും ഫോഴ്സിന് കഴിവുണ്ട്. ഓക്കെ അല്ലേ. ഇനി നമ്മൾ പറയുന്നത് രണ്ടാമത്തെ കണ്ടീഷൻ, സ്പീഡ് ഓഫ് മോഷൻ. മോഷന്റെ സ്പീഡിനെ ചേഞ്ച് ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്, നമ്മുടെ ഫോഴ്സിനുണ്ട്. അതെങ്ങനെ നമുക്ക് നോക്കാം. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മളറിയാലോ, നമ്മൾ കാർ ഓടിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ബ്രേക്ക് അപ്ലൈ ചെയ്യാറുണ്ട് അല്ലെ. അപ്പോ കാർ എങ്ങനെയാണ്, ഒരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ എന്താണ് ഉണ്ടാവുന്നത്, അവിടെ ബ്രേക്സ് അപ്ലൈ ആണ് ചെയ്യുന്നത്. അപ്പൊ എന്താവും, അതിന്റെ സ്പീഡ്, ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ, നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാറ് പെട്ടെന്ന് ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, അതിന്റെ സ്പീഡ് കുറയാണല്ലേ ചെയ്യുക. സ്പീഡ് എന്താവും, ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സ്പീഡ് ഡിക്രീസസ് അല്ലേ, സ്പീഡ് അവിടെ ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, അപ്പൊ നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാറിൽ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്താൽ എന്താ ഉണ്ടാവുന്നത്, അവിടെ സ്പീഡ് കുറയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ പറഞ്ഞാൽ എന്താ അവിടെ ഉണ്ടാവുന്നത്, ഒരു ഫോഴ്സ് കൊടുക്കല്ലേ മക്കളെ, ഒരു ഫോഴ്സ് അപ്ലൈ ആണ് ചെയ്യുന്നത്. അത് കാരണമാണ് അവിടെ സ്പീഡ് ഡിക്രീസ് ആവുന്നത്. ഇനി ഇപ്പൊ ഒരു കുട്ടി എന്താണ്, മെല്ലെ സൈക്കിളൊക്കെ അത്യാവശ്യം ഓടിക്കാനൊക്കെ പഠിച്ചു. ഓക്കെ, അപ്പൊ എന്നാലും നമ്മൾ ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്യണം അല്ലെ ഒരു കുട്ടി. അപ്പൊ സൈക്ലിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ബാക്കിൽ നിന്ന് ഒരു പുഷ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ സ്പീഡ് എന്താവും, സ്പീഡ് അവിടെ ഇൻക്രീസ് ചെയ്യും അല്ലെ, സ്പീഡ് ഇൻക്രീസസ്. ഒരു കുട്ടി സൈക്കിൾ ഓടിക്കുന്ന സമയത്ത് നമ്മൾ മെല്ലെ ഒന്ന് പുറകുന്ന ജസ്റ്റ് ഒന്ന് തള്ളി കൊടുത്താൽ മതി. അപ്പൊ എന്താവും, ആ കുട്ടിയുടെ സ്പീഡ് ഇൻക്രീസ് ചെയ്യല്ലേ. അപ്പൊ അവിടെ ആ ഒരു ഫോഴ്സ് കൊടുത്ത സമയത്താണ് എന്തുണ്ടായത്, ഈ പറയുന്ന സ്പീഡ് കൂടിയത്. ഓക്കെ അല്ലേ. അപ്പൊ ഈ ഒരു കണ്ടീഷനും എന്താണ് പറയുന്നത്, സ്പീഡ് ഓഫ് മോഷൻ, മോഷന്റെ സ്പീഡിനെ ചേഞ്ച് ചെയ്യണം. അതായത് സ്പീഡിനെ കൂട്ടാനും പറ്റും, സ്പീഡിനെ കുറയ്ക്കാനും പറ്റും. എപ്പോ, ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ. അതിന്റെ എക്സാമ്പിൾ ആണ് മക്കളെ പറഞ്ഞത്. ഇത് വെച്ചിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് കോൺസെപ്റ്റ് മനസ്സിലാവും. ഓക്കെ അല്ലേ. ഇനി നമുക്ക് മൂന്നാമത്തെ കണ്ടീഷൻ നോക്കാം. എന്താ പറയുന്നത്, ഡയറക്ഷൻ ഓഫ് മോഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റും. എന്താണ് ഡയറക്ഷൻ ഓഫ് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, ഒരു സാധനത്തിനെ ഇന്ന റൈറ്റ് ഡയറക്ഷനിലേക്ക് അല്ലെങ്കിൽ ലെഫ്റ്റ് ഡയറക്ഷനിലേക്ക് ഒക്കെ മൂവ് ചെയ്യിക്കുക, അല്ലെങ്കിൽ മുകളിലേക്ക് താഴേക്ക് ഒക്കെ മൂവ് ചെയ്യിക്കുക എന്ന് പറയുന്നത്. അപ്പോ ഒരു മോഷന് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യിക്കാനുള്ള കഴിവുണ്ട്. അതെങ്ങനെയാന്ന് അറിയോ, ഇപ്പൊ നമ്മളറിയാം, നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് പന്ത് വരുമല്ലോ, പന്ത് എറിയുന്ന സമയത്ത് നമ്മൾ ബാറ്റ് കൊണ്ട് നല്ലൊരു ഫോഴ്സ് അടിച്ചു കൊടുത്തിട്ടല്ലേ പന്ത് ഇങ്ങനെ ദൂരേക്ക് പോകുന്നത്. അത് നമ്മൾ കൊടുക്കുന്നത് ചിലപ്പോൾ ഇവിടുന്ന് അടിക്കണമെങ്കിൽ ഇവിടേക്ക് പോവും, അല്ലെങ്കിൽ ഇവിടുന്ന് അടിക്കണമെങ്കിൽ വേറെ എങ്ങോട്ടെങ്കിലും ഒക്കെ പോവും അല്ലെ, ഏതെങ്കിലും ഒക്കെ ഡയറക്ഷനിലേക്ക് പോവും. അപ്പോ എന്തിനുള്ള കഴിവുണ്ട് ഫോഴ്സിന്, നമ്മൾ ഇവിടുന്ന് ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് ഒരു ഫോഴ്സിൽ അങ്ങോട്ട് പന്തിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ എന്താണ്, ആ പന്തിന്റെ ഡയറക്ഷൻ എങ്ങോട്ട് വേണമെങ്കിലും ചേഞ്ച് ചെയ്യാനുള്ള കഴിവ് എന്തിനുണ്ട്, നമ്മുടെ ഫോഴ്സിനുണ്ട്. ഓക്കെ, അതാണ് മക്കളെ ഡയറക്ഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത്. അപ്പൊ മോഷന്റെ ഡയറക്ഷനെ ചേഞ്ച് ചെയ്യാനും ആർക്ക് പറ്റും, നമ്മുടെ ഫോഴ്സിന് പറ്റും. ക്ലിയർ അല്ലേ. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് നമ്മൾ പറയുന്നത് എന്താണ്, ഒരു ഒബ്ജക്റ്റിന്റെ ഷേപ്പിനെ വരെ ചേഞ്ച് ചെയ്യാനുള്ള കഴിവ് നമ്മുടെ ഫോഴ്സിനുണ്ടെന്നാണ് പറയുന്നത്. അതെങ്ങനെ ഒരു ഒബ്ജക്റ്റിന്റെ ഷേപ്പിനെ ചേഞ്ച് ചെയ്യാൻ മക്കളെ എങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞേ, എങ്ങനെ ആയിരിക്കും വരിക. ഇപ്പോ നമ്മുടെ അറിയാലോ, നമ്മുടെ റബ്ബർ ബാൻഡ് അറിയില്ലേ, നമ്മുടെ റബ്ബർ ബാൻഡ് എന്താണ്, അതിനെങ്ങനെ
വലിക്കാനും പറ്റും, അതുപോലെ എന്താണ് അയക്കാനും പറ്റും അല്ലേ. അപ്പൊ ഇങ്ങനെ ഈ വലിക്കുന്ന സമയത്ത് എന്തുണ്ടാവുന്ന, സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത്, റബ്ബർ ബാൻഡിനെ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവുന്നുണ്ട്, അവിടെ ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. പിന്നെ അതെന്താവും, അതിന് വിട്ട് കഴിഞ്ഞാൽ പഴയ സ്റ്റേറ്റിക്ക് തന്നെ വരും അല്ലേ. അതേപോലെ തന്നെയാണ് നമ്മുടെ സ്പ്രിംഗ് ഇല്ലേ, നമ്മുടെ സ്പ്രിംഗ് വലിക്കുന്നത്, സ്പ്രിങ്ങിനെ വലിച്ചു കഴിഞ്ഞാൽ അതൊരു സ്റ്റേറ്റിലാവും, വിട്ട് കഴിഞ്ഞാൽ അതെന്താണ് പഴയ സ്റ്റേറ്റിക്ക് വരും. അപ്പൊ ഇതെന്താണ്, ഇതിനെ വലിക്കുമ്പോഴൊക്കെ എന്താണ്, ഇതിന്റെ ഷേപ്പ് മാറുന്നില്ലേ. റബ്ബർ ബാൻഡിനാണെങ്കിലും നമ്മളിങ്ങനെ വലിക്കുന്ന സമയത്ത് അതിന്റെ ഷേപ്പ് ചേഞ്ച് ആവുന്നുണ്ട് ആ ഒബ്ജക്റ്റിന്റെ. സ്പ്രിങ്ങിനാണെങ്കിലും വലിക്കുന്ന സമയത്ത് എന്താണ്, അത് നീളുന്നുണ്ട് അല്ലെ, അതിന്റെ ഷേപ്പ് ചേഞ്ച് ആവുന്നില്ലേ. അപ്പൊ അവിടെ എന്താ നമ്മൾ ചെയ്യുന്നത്, ഫോഴ്സ് കൊടുക്കുന്ന സമയത്താണ് ആ ഒബ്ജക്റ്റിന്റെ ഷേപ്പില് ചേഞ്ച് വരുന്നത്. അപ്പൊ എന്താണ് പറയുന്നത്, ഒബ്ജക്റ്റിന്റെ ഷേപ്പിനെ ചേഞ്ച് ചെയ്യാനും ആർക്ക് പറ്റും, നമ്മുടെ ഫോഴ്സിന് പറ്റും. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ. ഇതൊക്കെ നമ്മളിപ്പോ പറഞ്ഞത് എന്താണ്, നമ്മുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന എക്സാമ്പിൾസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഐഡിയ പറഞ്ഞത്. എന്തൊക്കെ പറ്റും ഇപ്പൊ ഫോഴ്സിന്, എന്തിനൊക്കെ പറ്റും, സ്റ്റേറ്റ് ഓഫ് മോഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റും, സ്പീഡ് ഓഫ് മോഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റും, ഡയറക്ഷൻ ഓഫ് മോഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റും, ആൻഡ് ഫൈനലി ഷേപ്പ് ഓഫ് ആൻ ഒബ്ജക്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ, കൺസെപ്റ്റ് ക്ലിയർ അല്ലേ നിങ്ങൾക്ക്, ഇത്രയേ ഉള്ളൂ. അപ്പൊ ഫോഴ്സിന് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, അതിന് കുറെ കഴിവുകളുണ്ട്. ഇനി അതിന്റെ കഴിവുകൾ എന്തൊക്കെയാന്നുള്ളത് നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ ഇത്രയും മക്കൾക്ക് ക്ലിയർ അല്ലേ, ഓക്കെ അല്ലേ സംഭവം. ഇതിൽ നമുക്ക് ചെറിയൊരു കണ്ടീഷനും കൂടെ വേണമെങ്കിൽ പറയാം. ഇപ്പോ നമ്മൾ എത്ര ഫോഴ്സ് കൊടുത്താലും അതിൽ ഒരു മാറ്റം ഉണ്ടാവാത്ത ചില സാധനങ്ങൾ ഉണ്ടാവും. ഇപ്പോ എക്സാമ്പിൾ, ഇത് ചുമരാണെന്ന് വിചാരിക്കാം. ഞാൻ ഇപ്പൊ ഇതിനെ ഇത്രയും ഭയങ്കര ശക്തിയുള്ള ആളാണെന്ന് വിചാരിക്കാം, നല്ല സ്ട്രോങ് ആണ്. ഞാൻ എന്റെ ശക്തിയിൽ മാക്സിമം നോക്കി, ശക്തിയിൽ മാക്സിമം തള്ളി നോക്കി, എന്താണ് ചുമര് നീങ്ങില്ല അല്ലെ. എന്ത് ചെയ്യും അപ്പൊ നമ്മൾ കൊടുത്ത ഫോഴ്സ് ഒക്കെ എന്താണ്, അവിടെ വെറുതെ ആയി പോവാണ് അല്ലെ, എന്താണ് സീറോ ആയി പോവാ. അപ്പൊ നമ്മള് എത്ര തന്നെ ഫോഴ്സ് അപ്ലൈ ചെയ്താലും എന്താണ്, ആ കൊടുക്കുന്ന ഫോഴ്സ്, നെറ്റ് ഫോഴ്സ് സീറോ ആവുന്ന കണ്ടീഷൻസ് ഉണ്ട് കേട്ടോ. അതിന് എക്സാമ്പിൾ ആണ് പുഷിംഗ് എ വാൾ. കാരണം എന്താണ്, അതവിടെ വേസ്റ്റ് ഓഫ് ടൈം അല്ലേ, നമുക്ക് ഒരു കാര്യമില്ല. നമ്മൾ എത്ര ഫോഴ്സ് കൊടുത്താലും എന്താണ്, അത് അവിടെ നീങ്ങാൻ പോലെ. എത്ര ബലമുള്ള ആളാണെങ്കിലും ഇത് കൊടുത്തു കഴിഞ്ഞാൽ, സൂപ്പർ പവർ ഉള്ള ആൾക്കാരല്ല പറയുന്ന മക്കളെ, നമ്മൾ മനുഷ്യർക്ക്, നോർമൽ മനുഷ്യർക്ക് എന്താവാൻ പറ്റില്ല, നമുക്ക് ഒരു ബോളിന് തള്ളിക്കഴിഞ്ഞാൽ എന്താവില്ല, അത് നീങ്ങില്ല, നമ്മളെ കൊണ്ട് പറ്റില്ല. എത്ര ഫോഴ്സ് കൊടുത്താലും എന്തായി പോകും, അവിടെ അത് നള്ളായി പോകും, സീറോ ആയി പോകും, നമുക്ക് ഒരു എഫക്റ്റും അതിനുണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഒരു കണ്ടീഷനും കൂടെ ഇതിൽ ആഡ് ചെയ്യാനുണ്ട്. ഇത്രയും ക്ലിയർ അല്ലേ, വേറെ ഇതിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, ഇത്രയേ ഉള്ളൂ. ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്, നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഡെയിലി ലൈഫിലെ കാര്യങ്ങളെ വെച്ച് കണക്ട് ചെയ്തിട്ട് നമുക്കിത് പഠിക്കാൻ പറ്റും. ക്ലിയർ അല്ലേ?